PSC അട്ടിമറിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ ലഹരി മാഫിയ ബന്ധത്തിനെതിരെയും മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പറവൂരിലെ ഓഫീസിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ വലിയ പ്രതിഷേധം ആളിക്കത്തുകയാണ്. നേരത്തെ യുവരാജ് ഗോകുൽ ആ മാർച്ച് ഉദ്ഘാടനം ചെയ്തിരുന്നു. ഇപ്പോൾ പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ പോലീസ് ശ്രമിക്കുകയാണ്. അതാണ് സംഘർഷാവസ്ഥയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. യുവമോർച്ച പ്രവർത്തകർ അവിടെ നിന്നും നീങ്ങാൻ തയ്യാറാകുന്നില്ല. ഈ സാഹചര്യത്തിൽ അവരെ വലിച്ചിഴച്ചു കൊണ്ടുപോകുവാൻ ഇപ്പോൾ പോലീസ് ശ്രമിക്കുകയാണ്. നിഷ ദിലീപ് വിശദാംശങ്ങൾ നൽകും. നിഷ, എത്രത്തോളം വലിയ പ്രതിഷേധമാണ് യുവമോർച്ചയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്? നേരത്തെ യുവരാജ് ഗോകുൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തല്ലോ. ഇപ്പോൾ ഈ പ്രതിഷേധിക്കുന്നവരെ അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യാനാണോ പോലീസിന്റെ ശ്രമം? അതാണോ സംഘർഷത്തിന് വഴിവെച്ചത്? ഇവിടെ ഇരുന്ന് പ്രതിഷേധിച്ച പ്രതിഷേധക്കാരെയാണ് ഇപ്പോൾ ബലം പ്രയോഗിച്ച് നീക്കാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും ആദ്യം കുറെ പ്രതിഷേധക്കാരെ ഇവിടെ നിന്നും പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്. പിന്നെയും അവിടെ മാറാതെ ഈ ബാരിക്കേഡിന് മുന്നിൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന യുവരാജ് ഗോകുൽ അടക്കമുള്ള ആളുകളെയാണ് പോലീസ് ബലം പ്രയോഗിച്ച് നീക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കേരളത്തിലെ PSC അഴിമതിക്കെതിരെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് ലഹരി മാഫിയയുമായുള്ള വഴിവിട്ട ബന്ധത്തിനെതിരെയുമായിരുന്നു യുവമോർച്ച മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പറവൂരിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. സമാധാനപരമായി മാർച്ചിന്റെ ഉദ്ഘാടനം അടക്കം നടന്നു. പിന്നീട് ഇവിടെ ഇരുന്ന് പ്രതിഷേധിച്ചവരെയാണ് പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ ഈ പ്രതിഷേധക്കാരെ റോഡിലൂടെ വലിച്ചിഴിച്ച് കൊണ്ടുപോവുകയാണ്. പോലീസ് ജീപ്പ് തൊട്ടടുത്ത് നിർത്തിയിട്ടുണ്ട്. പോലീസിന്റെ ബസ് നിർത്തിയിട്ടുണ്ട്. ആ ബസ്സിനുള്ളിലേക്ക് പ്രതിഷേധക്കാരെ വലിച്ചിഴിച്ച് കൊണ്ടുപോവുകയാണ്. എന്തായാലും പറവൂർ പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ ഈ പ്രതിഷേധക്കാരെ വലിച്ചിഴച്ച് ഇങ്ങോട്ടേക്ക് വലിച്ചിഴച്ച് പോലീസ് ജീപ്പിനുള്ളിലേക്ക് കയറ്റാനുള്ള ശ്രമം നടത്തുന്നത്. എന്തായാലും കേരളത്തിലെ ഒരു അധോലോകമായി PSC പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ലക്ഷക്കണക്കിന് യുവവാസികൾ തൊഴിലിനായി കാത്തിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ അധോലോക സംഘമാണ് ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതും ഈ ചെറുപ്പക്കാരോട് വലിയ വഞ്ചന കാണിക്കുന്നതുമെന്നാണ് ഈ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തത് യുവരാജ് ഗോകുൽ അഭിപ്രായപ്പെട്ടത്. എന്തായാലും ഇപ്പോൾ വലിയ പ്രതിഷേധം തന്നെയാണ് ഈ വി ഡി സതീശന്റെ ഓഫീസിന് മുന്നിൽ നടക്കുന്നത്. ബാരിക്കേഡ് വെച്ച് തടഞ്ഞെങ്കിൽ പോലും പ്രതിഷേധക്കാർ അവിടെ കുത്തിയിരുന്ന് സമാധാനപരമായി പ്രതിഷേധിച്ച് അതിനിടയിലേക്കാണ് പോലീസ് കടന്നു വന്ന് ഇവരെ വലിച്ചിരിച്ച് പോലീസ് വാഹനത്തിനുള്ളിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. എന്തായാലും ഇപ്പോഴും പ്രതിഷേധക്കാർ അവിടെ നിന്ന് മാറാൻ തയ്യാറായിട്ടില്ല. അവരെ വീണ്ടും വലിച്ചിരിച്ച് പോലീസ് വാഹനത്തിനുള്ളിലേക്ക് കയറ്റാനുള്ള ശ്രമത്തിലാണ് പോലീസ്. പ്രതിഷേധക്കാരുമായി പോലീസ് സംസാരിക്കുന്നുണ്ട്. അവരെ വലിച്ചിരിച്ച് പോലീസ് ജീപ്പിനുള്ളിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങളും നടത്തുകയാണ്. Arrest
മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പറവൂരിലെ വസതിയിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷം ഉണ്ടായിരിക്കുകയാണ്. മാർച്ച് നടത്തിയ പ്രവർത്തകരെ പോലീസ് വലിച്ചിഴച്ചു കൊണ്ടുപോയതാണ് സംഘർഷത്തിന് വഴിവെച്ചത്. മുട്ടിൽ മരമുറി കേസിൽ അഗസ്റ്റിൻ സഹോദരങ്ങൾ ചോറ്റാനിക്കര കോടതിയിൽ ഹാജരായില്ല. കേസ് നടപടികൾ 20 വരെ മാറ്റിവെക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. പ്രതികളോട് 20-ന് കോടതിയിൽ ഹാജരാകാനും ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. രേഷ്മ ബാബു വിശദാംശങ്ങൾ നൽകും. രേഷ്മ, ഈ മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ കോടതിയിൽ എന്തുകൊണ്ട് ഹാജരാകുന്നില്ല എന്ന വിശദീകരണം ഈ അഗസ്റ്റിൻ സഹോദരന്മാർ നൽകുന്നുണ്ടോ? ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഗൗതം, ഇന്ന് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകാനായിട്ടായിരുന്നു അഗസ്റ്റിൻ സഹോദരന്മാർക്ക് നിർദ്ദേശം നൽകിയിരുന്നത്. കുറ്റം ചുമത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളായിരുന്നു ഇന്നത്തേക്ക് മാറ്റിയിരുന്നത്. പക്ഷേ ഹൈക്കോടതിയിൽ ഇതിനിടയിൽ അപേക്ഷ നൽകിക്കൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ടുള്ള ഒരു നീക്കം റോജി അഗസ്റ്റിനും ആൻഡോ അഗസ്റ്റിനും നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവിറക്കി. അതായത് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിലെ നടപടികൾ 20-ാം തീയതി വരെ, ഈ മാസം 20 വരെ മാറ്റിവെച്ചിരിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. 20-ാം തീയതി ഈ പ്രതികളായിട്ടുള്ള അഗസ്റ്റിൻ സഹോദരന്മാർ കോടതിയിൽ ഹാജരാകാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവർ നൽകിയിട്ടുള്ള ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് ഉണ്ടായിട്ടുള്ളത്. അമ്പലമേട് പോലീസ് എടുത്ത കേസിലാണ് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണ നടപടികൾ മുന്നോട്ട് നീങ്ങുന്നത്. നേരത്തെ അഗസ്റ്റിൻ സഹോദരന്മാരുടെ വിടുതൽ ഹർജി ഹൈക്കോടതി തള്ളി